ലാലേട്ടന്റെ വീട്ടിൽ ചെന്നു, ലാലേട്ടന്റെ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ബേർഡേക്ക് പാടിക്കൊടുത്തു. ആ ഒരു മൊമെന്റ് ഇപ്പൊ മോനോട് അതിനെ പറ്റി ചോദിച്ചു ചേച്ചീനോട് വരാം. അതെങ്ങനെയായിരുന്നു ലാലേട്ടന്റെ അടുത്ത് പോയി? ഇപ്പഴും നമ്മൾ സ്നേഹത്തോടെ ലാലേട്ട എന്നാണ് വിളിക്കുന്നത്. സോ ലാലങ്ങളുടെ വീട്ടിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. പാട്ടൊക്കെ പാടിക്കൊടുത്തപ്പോ ലാലങ്ങൾ എന്ത് പറഞ്ഞു? ലാലങ്ങള് പറഞ്ഞിട്ട് നല്ല രസമുണ്ട്. പിന്നെ എന്നെ ഒരു റൂമിൽ കൊണ്ടുപോയി ലാലേട്ടൻ റൂമിൽ കൊണ്ടുപോയിട്ട് ലാലേട്ടൻ തന്നെ പാടി കാണിപ്പിച്ച് ഈ പാട്ടല്ലേ കറക്റ്റ് അല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കറക്റ്റാണ്. അങ്ങനെ പാടി കാണിച്ചിട്ട് പിന്നെ അന്നൊക്കെ ലാലേട്ട് സാറിന്റെ നമ്മുടെ സ്വന്തം ലാലേട്ട് സാറിന്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് ഓഗസ്റ്റ് 9. അപ്പൊ അന്ന് നമ്മൾ ആഘോഷിക്കാനൊക്കെ പറ്റി. അന്ന് സദ്യ ഒക്കെ കഴിച്ച് അഴുന്നു സദ്യ ഒരു ബർത്ത്ഡേക്ക്. അപ്പം അങ്ങനെ സദ്യ ഒക്കെ കഴിച്ച് നന്നായിട്ട് അവിടുന്ന് പിന്നെ എല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും കൂടെ എല്ലാവർക്കും ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു അല്ലേ? ഓക്കെ, ചേച്ചി പറയൂ ആ ഒരു ഇൻസിഡന്റ് എങ്ങനെയായിരുന്നു? അത് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം മേജർ രവി സാറ് പറഞ്ഞിട്ടാണ്. സാറ് ഞങ്ങൾ വന്ന ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അപ്പോൾ മോനെ കണ്ടപ്പോൾ ഇവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ മോൻ്റെ അടുത്ത് പറഞ്ഞു ലാലു അങ്കിളിൻ്റെ അടുത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിളിച്ചാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്നതും വരെ നമുക്കറിയില്ല അമ്മയുടെ ബർത്ത്ഡേ ആണെന്നൊന്നും. അവിടെ ചെന്നു അവിടുത്തെ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ അവർ നമ്മളെ ഇത് ട്രീറ്റ് ചെയ്ത് അവിടുന്ന് സദ്യയൊക്കെ കഴിച്ച് അമ്മയുടെ അനുഗ്രഹമൊക്കെ മോൻ വാങ്ങി. അപ്പം അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് അവിടെ പാടി. ഭയങ്കര മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. ഈ ലാൽസാറിന്റെ വരുമ്പോ ഇപ്പം അനുഗ്രഹം വാങ്ങി അതുപോലെ തന്നെ ഇപ്പൊ മോനെ എവിടെ ചെന്നാലും മോനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എല്ലാരും. ഇപ്പൊ തന്നെ ഞാൻ കണ്ടു ഈ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ എന്നാ തോന്നുന്നേ? ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട്. ചില പേര് ഫോട്ടോ ഒക്കെ എടുക്കും. ഞാൻ ചിലപ്പോൾ ഫോട്ടോ എടുത്ത് കൊടുക്കും. നീ ഒരു ഫോട്ടോ എടുക്കുന്ന ചോദിക്കും, അപ്പൊ കൊടുത്തു കൊടുക്കും. നിങ്ങളൊരു ഫോട്ടോ എടുക്കാൻ അപ്പൊ കൊടുത്തു.